ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാളൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അറേബ്യൻ കബ്സ ബിരിയാണിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കും. അറേബ്യൻ കബ്സ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 1/2 കിലോ കബ്സ റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ കബ്സ റൈസ് ഇല്ലെങ്കിൽ സാധാരണ ബസുമതി റൈസ് എടുത്താലും മതി. ഈ കബ്സ റൈസ് ഒരു 4-5 പ്രാവശ്യം കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിരാനിടുന്നുണ്ട്. ബസ്മതി റൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിരാനിട്ടാൽ മതി. ഈ അരി കുതിർന്ന് വരുമ്പോഴത്തേക്ക് ഇതിന് വേണ്ടിയുള്ള ബാക്കി സാധനങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ ആദ്യം 2 തക്കാളി അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഈ തക്കാളി പേസ്റ്റ് ഒരു പാത്രത്തിൽ ഒഴിച്ച് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-8 അല്ലി വെളുത്തുള്ളി ഇതെല്ലാം മിക്സിയിൽ ജാറിലിട്ടിട്ട് ഇതൊന്ന് ചതച്ച് വെക്കണം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 1/2 കിലോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ ഞാൻ നേരത്തെ ഉപ്പും മഞ്ഞളും പുരട്ടിയിട്ട് വേവിച്ച് വെച്ചതാണ്. ഇത് ഫ്രൈ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ ഓൾറെഡി ഉപ്പുണ്ട്, അത് കാരണം നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. നിങ്ങൾ ഈ ചിക്കൻ വാങ്ങുമ്പോൾ ഒരു വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങാൻ ശ്രദ്ധിക്കണം. എനിക്കിപ്പം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് കിട്ടിയത്. ഇനി ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 4 സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് നടുവേ കീറി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മല്ലി വേണം, അതുപോലെ കുരുമുളക്, ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക, പെരിഞ്ചീരകം, പിന്നെ ചിക്കൻ ക്യൂബ് ആവശ്യമുണ്ട്, പിന്നെ കബ്സ മസാല. ഇതാണ് ഈ കബ്സ ബിരിയാണിയിലെ മെയിൻ ആയിട്ട് ടേസ്റ്റ് വരുന്നത്. പിന്നെ ഒരു ഉണക്കിയ ചെറുനാരങ്ങ വേണം. നിങ്ങൾ കബ്സ ബിരിയാണിയുടെ കിറ്റ് വാങ്ങുവാണെങ്കിൽ ഇതിനകത്ത് എല്ലാ സംഭവം കബ്സ ബിരിയാണി ഉണ്ടാക്കാനുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും ഉണ്ടാകും. അല്ലെങ്കിൽ ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പം വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ റൈസിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കബ്സ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ആദ്യം സ്റ്റൗ ഓണാക്കി അതിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പെരിഞ്ചീരകം, മല്ലി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു നല്ല സ്മെല്ലായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ടു. അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഈ തക്കാളിയുടെയൊക്കെ ഒരു പച്ചമണമെല്ലാം മാറുന്നിടം വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം.
ഇതിലേക്ക് കുറച്ച് ചിക്കൻ വെന്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേവിച്ചപ്പോൾ അതിൽ കുറച്ചുണ്ടായിരുന്ന വെള്ളം ഞാൻ ഊറ്റി മാറ്റി വെച്ചതാണ്. ഇതൊഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചിക്കൻ ക്യൂബിൻ്റെ ഒരു 1/4 ഭാഗവും ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ ക്യൂബ് നല്ലപോലെ മെൽറ്റായി വരുന്നിടം വരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഈ ചിക്കൻ ക്യൂബിൽ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ടാകും. അത് കാരണം അത് നോക്കിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചേർക്കുന്നത്. കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ ഉണക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ വെള്ളം ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം തോർന്ന കബ്സ റൈസാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് 2 വിസിലാകുന്നതിന് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. നമ്മുടെ റൈസ് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ മസാല തേച്ച് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഓൾറെഡി വെന്തത് കൊണ്ട് കുറച്ച് ഓയിൽ മതിയാകും. ഒരു വശം കളർ മാറിയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റു വശം കൂടെ ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയിരിക്കുന്ന ചിക്കൻ കൂടെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ റൈസും വെന്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഈ ലെമൺ എടുത്ത് മാറ്റാം. കുറച്ച് ചോറ് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ റൈസിലേക്ക് ചിക്കൻ എല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടെ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇടാം. ഇപ്പം നമ്മുടെ രുചികരമായിട്ടുള്ള കബ്സ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പം നമ്മുടെ അറേബ്യൻ ഡിഷായിട്ടുള്ള കബ്സ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് സാധാരണ ബിരിയാണിയിൽ നിന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ. Thank you.